എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു രമ്യാസ് പ്ലാനറ്റ്. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മുട്ടയും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. സ്റ്റീംഡ് വെജിറ്റബിൾ എഗ് ബൈറ്റ്സ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. കേക്ക് റെഡിയാക്കിയെടുക്കാൻ ആദ്യം തന്നെ ബ്രൊക്കോളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ബ്രൊക്കോളി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കോളിഫ്ലവറോ കാബേജോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, ഈ തോരനൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നല്ലോണം നമ്മുടെ ബ്രൊക്കോളി കഴുകിയെടുക്കണം. അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. ഇത് മുങ്ങാൻ പാകത്തിന് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ബ്രൊക്കോളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു ചൂടുണ്ടാവും. കൈവച്ച് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചോ തവി വെച്ചോ നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ബ്രൊക്കോളി എടുത്തിട്ട് ഇതിൻ്റെ പൂ പോലുള്ള ഭാഗം നമുക്ക് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇനി നമ്മൾ തണ്ടാണ് അരിയുന്നത്. തണ്ട് ആദ്യം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. അരിഞ്ഞെടുത്തിട്ടുള്ള ബ്രൊക്കോളി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ബ്രൊക്കോളി ആണെന്ന്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ചുമന്ന മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പുഴുങ്ങിയ ചോളം ചുരണ്ടി എടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി 2 കപ്പ് ബ്രൊക്കോളി ഉണ്ട്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പനീർ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതിന് പകരമായിട്ട് മൈദ ഇട്ട് കൊടുത്താലും മതി. 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പനീറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം കൊടുക്കാം, വീഡിയോയുടെ അവസാനം. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണാൻ മറക്കരുത്.
പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു എണ്ണ തടവിയെടുത്ത പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ബട്ടർ പേപ്പർ വെച്ചാൽ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേക്ക് ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് മാവ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേക്ക് ട്രേയിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവിലേക്ക് കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രഷ് ഓയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മൊസറല്ല ചീസ്. ഇനി ഇതൊരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആവിയിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സ്ചർ പാത്രം ഒരു ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി കൊടുക്കുമ്പോൾ ആ ടൂത്ത് പിക്കിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ച വെജിറ്റബിൾ എഗ് ബൈറ്റ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളക്കി വരും. അപ്പോൾ സ്റ്റീംഡ് വെജിറ്റബിൾ എഗ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഡിഷ് തന്നെയാണ്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും കുട്ടികൾക്ക് വൈകുന്നേരം കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി ഹെൽത്തി ഡിഷ് തന്നെയാണിത്. അപ്പോൾ ചീസ് ഇട്ടുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി വെജിറ്റബിൾ കേക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ച കേക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, പക്ഷേ പതുക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ട്രയാങ്കിൾ വേണമെങ്കിൽ ട്രയാങ്കിൾ, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ, അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീംഡ് വെജിറ്റബിൾ എഗ് ബൈറ്റ്സ് എഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോയുടെ താഴോട്ട് പോയാൽ കമൻറ്റ് ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.